ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തനത്തിന്റെ സ്പീഡ് അഥവാ നിരക്കിന് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് കെമിക്കൽ കൈനറ്റിക്സ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മൾ ഫിസിക്സിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ട്, റേറ്റിന്റെ മലയാളം മീനിങ് എന്താണ്? നിരക്കെന്നാണ് ഉദ്ദേശിച്ചത്. നിരക്കെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്? നിരക്കെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പാഠത്തിനകത്ത് തന്നെ എത്ര തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ പഠിക്കാനുണ്ടെന്ന് ചോദിച്ചാൽ 4 തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ആളുടെ പേരാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 വസ്തുക്കൾ കൂടി ചേർന്ന് ഒരു വസ്തു ആകുന്നതിന് പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. H2 + I2 ഗിവിംഗ് 2HN. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു കോമ്പിനേഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് ഡീകമ്പോസിഷൻ റിയാക്ഷൻ നോക്കാം. ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വിഭജിച്ച് മാറുക എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? മാർബിൾ എന്ന് പറയുന്നത്. മാർബിൾ ആയിക്കോട്ടെ, ഈ ചോക്ക് പീസ് ആയിക്കോട്ടെ, മാർബിള്, ചോക്ക് പീസ്, പിന്നെ എക്സെല്ല്, മാർബിള്, ഇവയെല്ലാം തന്നെ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അതാണ് നമ്മൾ ട്രോളുകളിലൊക്കെ നമ്മൾ കാണാറുള്ള ഏത് കാർക്കോ3 എന്ന് പറയുന്ന ഏത് കോമ്പൗണ്ട്? കാൽസ്യം കാർബണേറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ കാൽസ്യം കാർബണേറ്റ് നമ്മൾ കുറച്ച് ചൂട് കൊടുക്കുകയാണെന്ന് വെച്ചോ, കുറച്ച് ഹീറ്റ് ചെയ്യാം. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്നതിന് കെമിസ്ട്രിക്കാർ കാണിക്കുന്ന സിമ്പൽ എന്താണ്? ട്രയാങ്കിൾ വെച്ചാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും നോക്കിയാൽ കാൽസ്യം ഓക്സൈഡും കിട്ടും, നമുക്കൊരു കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും കിട്ടും. കെമിസ്ട്രിക്കകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇവോൾവ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തുകൂടെ കാണിക്കുന്നുണ്ട്? ആരോ മാർക്കൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ ബോർഡിൽ എഴുതിയിട്ട് ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ റേറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്നവരാണ് റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ 9ാം ക്ലാസ്സിൽ നമുക്ക് എത്ര റിയാക്ഷൻ പഠിക്കാനുണ്ടെന്ന് ചോദിച്ചാൽ 4 തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ പഠിക്കാനുണ്ട്. അതിന് ആദ്യത്തെ ആളുടെ പേരാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും, എന്താണ് ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ? 2 or more substances forming one product. ഇവിടെ കണ്ടില്ലേ, രണ്ടോ അതിൽ കൂടുതലോ സബ്സ്റ്റൻസുകൾ കൂടി ചേർന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? കോമ്പിനേഷൻ റിയാക്ഷൻ. ഇനി നമ്മൾ കണ്ടുപോയത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്തു. മാർബിൾ ആയിക്കോട്ടെ, എക്സെൽ ആയിക്കോട്ടെ, ചോക്ക് പൗഡർ ആയിക്കോട്ടെ, എല്ലാം ഏത് കെമിക്കൽ സബ്സ്റ്റൻസ് തന്നെയാണ്? കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് തന്നെയാണ്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? കാൽസ്യം ഓക്സൈഡും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അപ്പൊ നിങ്ങളുടെ ഈ സെക്കൻഡ് ടൈം എക്സാമിനേഷന് ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്ന് ചോദിച്ചിട്ട് കാൽസ്യം കാർബണേറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അടുത്ത പോകാനുള്ളത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയും. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിന്റെ ഒരു റിയാക്ഷൻ. Zn + FeSO4 ആരോമാർ ZnSO4 + Fe. ഇതാണ് നിങ്ങളുടെ 3ാമത്തെ റിയാക്ഷൻ. 3ാമത്തെ റിയാക്ഷന്റെ പേരെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു മോർ റിയാക്റ്റീവ് മെറ്റൽ ആയിട്ടുള്ള സിങ്ക് ആരെ തള്ളിക്കളയുന്നു? ഇവിടെ ഉള്ള Fe-നെ തള്ളിക്കളയുന്നു. എന്നിട്ട് ഇവിടെ എന്തുണ്ടായി? ZnSO4 ഉണ്ടായി. ആരും ഉണ്ടായി? നമുക്ക് ZnSO4 + Fe എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ടായി. ഇതിന്റെ പേരാണ് എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ.
ഇനി നാലാമത്തെ കാറ്റഗറിയിലോട്ട് പോവാം. നാലാമത്തെ കാറ്റഗറിയുടെ പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അയോൺസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന റിയാക്ഷന്റെ പേരാണ് എന്ത് പറയുന്നത്? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതി പഠിച്ചോണം. എക്സ്ചേഞ്ച് ദെയർ അയോൺസ്. എക്സ്ചേഞ്ച് ദെയർ അയോൺസ്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിന്റെ പാർട്ട് 1 എന്ന് പറയുന്നത്. Okay, thank you.